ഇന്ന് വീട്ടിൽ തന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൽ ഉഴുന്ന് പച്ചരിയും കൂടെ ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ആക്കിയെടുത്തത്. അപ്പോൾ തന്നെ ഞാൻ വേഗം പുരട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് കേട്ടോ ഇതുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ അതിക്ക് മുന്നേ ഒരു ഫേസ് പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ. വേറെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉറക്കമാണ് കേട്ടോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഉറങ്ങിയ സമയത്താണ് കേട്ടോ ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഇനി എങ്ങാനും കണ്ട് പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഡ്രൈ ആയി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോഴേക്കൊക്കെ ഇത് പതുക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്കൊക്കെ നോക്കണുണ്ട് കേട്ടോ ഇതുവിനെ. അപ്പോൾ അവൾ നല്ല ഉറക്കം തന്നെയാണ്. അത് തന്നെ നല്ല വലിയ കാര്യമായിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടൊരു ഞാനൊരു 10-20 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത് ഫേസിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് അമ്മയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ തുടച്ച് നോക്കിയപ്പോൾ ആദ്യം തന്നെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ തുടച്ച് മാറ്റിയിട്ട് നോക്കിയിട്ടാ. അപ്പോൾ കുറേയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡിഫറൻസ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത കാരണം മുഖമൊക്കെ ഒരു പുകച്ചിൽ പോലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുള്ള് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് നോക്കി കേട്ടോ എന്തെങ്കിലും ഡിഫറൻസ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. പുറത്തേക്ക് പോയപ്പോഴും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്ക്.